വലിച്ച് ടൈറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് ആയാസത്തോടെ കയറി പോകും. അതാണ് ഏറ്റവും വലിയ ഗുണം. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. ജാസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷൻ ഓഫീസർ സതീശൻ സാറാണ്. സാറിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഈ പരിപാടി നമുക്കിവിടെ എല്ലാ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സിൻ്റെയും പ്രദർശനവും പരിശീലനവും നൽകുന്നത് വില്ലേജ് വുഡ്പിക്കറിൻ്റെ സാരഥിയായ മുസ്തഫ ആൻഡ് ടീമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ടീമിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഹസ്കോർണയുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാർഷിക ഉപകരണങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രദർശനവും പരിശീലനവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഹസ്കോർണ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെ ഏരിയ മാനേജറായ ജിമ്മി ഇവിടെ എത്തിയിട്ടുണ്ട്. ജിമ്മിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തായിട്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുക. മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന സ്റ്റേഷൻ ഓഫീസറാണ് ഫയർഫോഴ്സിന്റെ. അതൊരു ഫയർ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫയർഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപഴകുന്ന ഏതെങ്കിലും സമയത്ത് ഫയർഫോഴ്സിന്റെ സേവനം തേടിയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല അല്ലേ? ഒന്ന് കൈവക്കാമോ? അല്ലേ? ഫയർഫോഴ്സിന്റെ സേവനം ചോദിക്കോ സഹായിക്കോ സഹകരിക്കോ ആരുമില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചിലർക്ക് കൈ വെക്കാനെങ്കിലും മടിയാ. പൊതുവെ നമുക്ക് ഈ മടി മലയാളിക്ക് കൂടുതലാണ് അല്ലെ? ഏറ്റവും നല്ല മടിയനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കൈ വെക്കാൻ വന്നപ്പോ കൈ പൊക്കി ഒരാൾ കൈ പൊക്കിയിട്ടില്ല. എന്താ കാര്യം? അവനായത് ഏറ്റവും വലിയ മടിയായിരിക്കും. ഈ കൈ പൊക്കാൻ മടിയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ ആവരുത്. നമ്മളെപ്പോഴാണ് നമ്മളെ സ്ഥിരോത്സാഹിയായിരിക്കും. അല്ലാതെ നമുക്ക് എല്ലാം നേടാൻ പറ്റും. നമുക്കറിയാം നമ്മളിവിടെ കൂടിയിരിക്കുന്ന പരിശീലനം അതുപോലെ പരിചയപ്പെടൽ അല്ലെ? നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മൾ അവരുടെ കൂടെ നമ്മുടെ എന്താ പറയാ ബാല്യകാലം മുതൽ ആദ്യമായിട്ട് അല്ലെ ചോറൊക്കെ കൊണ്ട് നടക്കുന്നതിന് പ്രായമാകുമ്പോൾ അമ്മമാരൊക്കെ ചോറ് വാരുന്നത് അത് കാക്ക അല്ലെ? ഇന്നും കുട്ടികളോട് അതൊക്കെ തന്നെ പറഞ്ഞാൽ അങ്ങനെ ചോറ് കൊടുക്കുന്ന അമ്മമാരൊക്കെ കുറവാണ്. കാക്ക, പൂച്ച, പശു അല്ലെ? ആദ്യമായിട്ടൊരു കുട്ടിയെ പക്ഷേ പറയുന്ന കാക്ക അല്ലെങ്കിൽ പശുമാമൊക്കെ ആയിരിക്കും. അവിടെ മുതൽ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് അറിവ് നമ്മൾ ആർജിക്കുകയാണ് പലതരത്തിൽ. അങ്ങനെ നമ്മൾ ആർജിക്കുന്ന അറിവ് നമുക്ക് സംസ്കാരമായിട്ട് മാറുകയാണ്. ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചസാരയ്ക്ക് മധുരം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അത് നമ്മൾ കടലാസിൽ എഴുതി വെക്കുന്ന ഒരു അറിവാണ്. പക്ഷെ അത് എഴുതി വെച്ച ആളുടെ വായിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അയാൾക്ക് ഒരു വിശദീകരണം കൊടുക്കണ്ട. പഞ്ചസാര എന്നാൽ എന്താണെന്ന് ആ നാവില് പഞ്ചസാര എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ആ മധുരം നാവിൽ വരും, മനസ്സിൽ വരും, ബുദ്ധിയിൽ വരും. അത് ഒന്ന് അറിവാണ്, മറ്റൊന്ന് തിരിച്ചറിവാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് നമ്മളെ പഠിക്കുന്ന സാറന്മാരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പരിശീലനത്തിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥന്മാരിൽ കിട്ടിയ അറിവുകൾ അത് സ്വന്തം ജീവിതത്തിൽ നമ്മൾ പകർത്തി തിരിച്ചറിവുകളാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അല്ലെ? നമുക്കൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ പോറ്റുന്ന സമയത്ത് നമ്മുടെ കുടുംബം സംരക്ഷിക്കാൻ നമുക്ക് ഈ അറിവ് ആവശ്യമാണ്. അപ്പൊ നമ്മളൊരു ജീവിതമാർഗം നമ്മൾ സ്വീകരിച്ച് ആ ജീവിതമാർഗത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന തൊഴിൽ ഏതായാലും അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള വ്യക്തമായ അറിവും അത് ചെയ്യാനുള്ള ഒരു മനസ്സും അത് ചെയ്യാനുള്ള ശേഷി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏത് മേഖലയിൽ നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് ഇതുപോലെ വേദിയിൽ നിന്ന് സംസാരിക്കേണ്ടി വരുമ്പോൾ അതുപോലെയാണ്. സംസാരമായിക്കോട്ടെ, ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ഏതും ആയിക്കോട്ടെ, നല്ല പരിശീലനം, അതോടൊപ്പം നമ്മൾ ഇടപെടുന്ന ആളുകളുടെ തരം, നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ലക്ഷ്യം മാറി പോകുമ്പോൾ നമ്മളെ കൃത്യമായിട്ട് മാർഗനിർദ്ദേശം നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നമുക്കറിയാം നിങ്ങളെല്ലാം അങ്ങനെ സൗഹൃദം. ഇപ്പൊ ഞാനിവിടെ വന്നതുപോലും അങ്ങനെയാണ്. എന്റെ സ്റ്റേഷനിലെ നിങ്ങളുടെയൊക്കെ ഒരു ചോദ്യം എത്രവർക്ക് അറിയാന്നറിയില്ല. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, അതിലൊന്ന് സാറ് വരാമോ എന്ന് ചോദിച്ചപ്പോ ഇത് എറണാകുളം ജില്ലയ്ക്ക് പുറത്തായതുകൊണ്ട് എനിക്ക് എന്റെ മേലുദ്യോഗസ്ഥരോട് അനുവാദമൊക്കെ വാങ്ങണമായിരുന്നു. പക്ഷെ അപ്പോഴും ഇത്രയും ഭംഗിയായി സംവിധാനം ചെയ്ത ഒരു പരിപാടിയിലേക്കാണ് വരുന്നതെന്നുള്ള ധാരണ എനിക്ക് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചേക്കാളൊക്കെ വളരെ നന്നായിട്ട് നമുക്കൊരു കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അതെല്ലാം ക്രമീകരിച്ച് ഇതിവിടെ ഇപ്രകാരം നമ്മളെ ഇങ്ങനെ ക്ഷണിച്ച് ഇവിടെ വന്ന് അല്ലെ, നമ്മളെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ഫയർഫോഴ്സിനെയാണ്.
അപ്പൊ ഫയർഫോഴ്സ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇവിടെ എത്താൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ തന്നെ. നമുക്കറിയാം 2018 പ്രളയം ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ ഇവിടെ അടുത്തൊരു ഞാൻ മരുന്ന് വഴി എന്നൊപ്പം വന്ന രാജു പറഞ്ഞുകൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുള്ള ഒരുപാട് സമയം ചിലപ്പോൾ നമുക്കറിയാം യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നു പോവുകയാണ്. LPG ഒക്കെ വേണ്ടി എല്ലാവരും ഓടി നടക്കുന്ന സമയമാണ്, അല്ലെ പെട്രോളിന് വില കൂടുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ട് അല്ലെ. അപ്പം സാധാരണഗതിയിലുള്ള ഒരു പ്രയാണം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി കൂട്ടായ പ്രവർത്തനം വേണം. അതോടൊപ്പം നമുക്കുള്ള റിസോഴ്സ് നമുക്ക് എന്താണോ ഉള്ളത് അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം അല്ലെ. നമ്മളൊരു ഏത് ജോലി ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെ ഒരു ജോലി തന്നെ അതാണ്. ഫയർഫോഴ്സിന്റെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്ത ആരെങ്കിലും കൊണ്ടുപോയിക്കൂടെ? ഉണ്ട്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ജീവനക്കാരാണ്. എന്താ ഫയർഫോഴ്സിന്റെ റോൾ എന്താ നിങ്ങൾക്ക് അറിയാമോ? ഫെമിലറൈസേഷൻ, ഒരു പരിചയപ്പെടല്ലേ ഫയർഫോഴ്സിന്. ഫയർഫോഴ്സിന് വിളിക്കുന്ന നമ്പർ അറിയാമോ? ഒന്ന് പറയാമോ? ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. എന്താണ്? ഫ്രീ ആയിരിക്കാം. ഇത് നമ്മൾ ഏതെങ്കിലും ക്ലാസ് ഒന്നല്ല, നമ്മൾ സംസാരിക്കാം. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഭരണ സംവിധാനം അല്ല സർക്കാരിന്റെ ഒരു മുഖമാണ് ഞാൻ. അത് എന്നെ നിയമിച്ച് എനിക്ക് പരിശീലനം തന്നതിന്റെ ഉദ്യോഗസ്ഥരാണ് നിയമിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് ഇടപഴകി നിങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്തു തരാൻ ചുമതലപ്പെടുത്തിയ ഒരാളാണ്. അതുകൊണ്ട് നമ്മളൊരു നമ്മൾ പബ്ലിക് സെർവന്റാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എടുക്കുക. എല്ലാവരും ഇങ്ങനെ എന്താണ് കാര്യം ഒന്നും വേണ്ട, അങ്ങനെ ഇരിക്കണം, ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾ ഇത് ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഈ 2026 ഏപ്രിൽ 12 എന്ന് പറയുന്ന ദിവസം രാവിലെ നമ്മൾ ഞായറാഴ്ച മറ്റു പല പരിപാടികൾ ഒഴിവാക്കി ഇവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു, കുറച്ച് കാര്യങ്ങൾ കാണുന്നു. ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകണോ? ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയാവൂ അല്ലെ. നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപതി ഈ പ്രീച്ച്ഡ് വാട്ട് ഹി പ്രാക്ടീസ്ഡ്. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു മാറ്റം, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ചു, പുതിയ 1-2 കാര്യങ്ങൾ പഠിച്ചു, അത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ പഠിച്ചത് ഒരു കാര്യങ്ങൾ ആയുഷ്കാലം നമ്മുടെ കൂടെ ഉണ്ടാവാം അല്ലെ. നമ്മളെങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അങ്ങനെയാണ്. 4-1 നമുക്ക് ഒരാൾ പഠിപ്പിച്ചു തരും, 4-1 തന്നെ പഠിക്കും, 4-1 കൂട്ടത്തിലുള്ളവരെ പഠിക്കും, 4-1 അനുഭവം ചെയ്യും. അങ്ങനെയാണ് ഏതൊരു വിദ്യയും പൂർത്തിയാകുന്നത് നീതിസാരത്തിൽ പറയും. ആചാര്യ പാദം ആർച്ചേ പാദം ശിക്ഷ സ്വമേധയ പാദം ബ്രഹ്മചാരിന്റെ പാദം കാലക്രമേണു. നമ്മൾ മനുഷ്യരുണ്ടായ കാലം മുതൽ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു തുറന്ന മനസ്സോടെ ഇരിക്കുക. ഇവിടെ നമ്മുടെ മുസ്തഫയൊക്കെ കൈ നാട്ടില് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളാണ്. ഞങ്ങൾ ഫയർഫോഴ്സിന്റെ കാര്യം ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയർ എന്ന സംവിധാനമുണ്ട്. അതിൽ ഫയർഫോഴ്സിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ മിനിമം ആയിട്ടാണ്. ഫയർഫോഴ്സിന്റെ ഏതെങ്കിലും സേവനത്തിന് പൈസ കൊടുക്കണോ? വേണ്ട, സൗജന്യമാണ്. അതായത് നമുക്ക് ജീവിക്കാനുള്ള മൗലികാവകാശമുള്ള ആളുകൾ അല്ലെ. നമ്മുടെ മൗലികാവകാശം നമുക്കറിയാലോ, സ്വാതന്ത്ര്യ സമത്വങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനെ ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് റിട്ടൊക്കെ ആയിട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിലും പോകാൻ പറ്റും. ഇപ്പൊ ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ്. ആ മൗലികാവകാശം സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു സംവിധാനമാണ് ഏത്? ഫയർഫോഴ്സ്. അപ്പൊ പോലീസോ? ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കും, നമ്മളവിടെ പുറത്ത് കൊണ്ടിരിക്കും, നമ്മുടെ ബൈക്ക് മറ്റാരും എടുത്തോണ്ട് പോകുന്നില്ല. എന്തുകൊണ്ടാ? അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ അവരുടെ പേരിൽ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കേസെടുത്ത് കോടതി കൊണ്ട് അകത്തില്ല അല്ലെ. നിയമവാഴ്ച, ക്രമവും സമാധാനവും നിലനിർത്താൻ ഇവിടെ ആരുണ്ട്? ഒരു പോലീസ് സംവിധാനമുണ്ട് അല്ലെ. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു പട്ടാളമുണ്ട്. പക്ഷെ ഈ 2 സംവിധാനം കൊണ്ട് മാത്രം പൂർത്തിയാവില്ല. ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ എന്തെങ്കിലും പ്രവൃത്തിയുണ്ടോ, പ്രകൃതിയുടെ ഒരു ശരിയായ പോക്കല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ സമൂഹമായിട്ട് ജീവിതം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ പരിഹരിക്കണ്ടേ? ഞാൻ ആദ്യം പറഞ്ഞ പ്രളയവും അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, നമുക്ക് പല വിഷയമുണ്ടാവും. ആ സമയത്തും ഈ സമൂഹത്തിന് അവരെ രക്ഷിക്കാനുള്ള സേവനം കൊടുക്കാൻ സേന വേണം. അതാണ് ഫയർഫോഴ്സ്. ഫയർഫോഴ്സിനെ വിളിക്കുന്ന നമ്പർ ഏതാണ്? 101 112. ഇത് നമ്മളെ വ്യത്യാസം അറിയാമോ? 100 ആരെ വിളിക്കണം? 100 പോലീസ്, 101 ഫയർഫോഴ്സ്, 1098 ആംബുലൻസ്. നിങ്ങളുടെ തൊഴിലിന്റെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷന്റെ ലാൻഡ് ലൈൻ നമ്പർ കാണാതെ അറിയാവുന്ന കൈ നോക്കാമോ? ചുരുക്കം ചേർക്കാൻ അറിയാവും ഒരാൾ കൈ നോക്കും. നിങ്ങളുടെ വീടിന് നിങ്ങൾ ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫയർ സ്റ്റേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്നു, വിളിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ അറിയണം. നമ്മൾ പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ആകാശവാണിയിൽ കൊച്ചി FM ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം സംസാരിക്കുന്ന സമയത്ത് വേനൽക്കാലം ആയതുകൊണ്ട് വിഷു വരാൻ പോകുന്നു, കുട്ടികൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ അവധിയായിട്ട് വീടുകളിലൊക്കെ ഇരുന്ന് കളിച്ചും തിരിച്ചൊക്കെ നടക്കുന്ന സമയമാണ്. ഒരുപാട് ജലാശയങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം മുങ്ങി വരണം, വാഹനാപകടം, അങ്ങനെ പലതരത്തിലുള്ള വിഷുവായിട്ട് ബന്ധപ്പെട്ട് പടക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഫോണിൻ പ്രോഗ്രാം ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം. അതിലിങ്ങനെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു ഓരോ കാര്യങ്ങൾ. ഞാൻ അതുപോലെ പറയും, നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം പഞ്ചസാരയുടെ ഉദാഹരണം അല്ലേ. ഒരു പടക്കം എടുത്ത് കത്തിച്ച് പറമ്പിലേക്ക് എറിഞ്ഞിട്ട് അത് പൊട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഈ എറിയുന്ന ആള് പടക്കം കത്തിക്കാനും സുരക്ഷിതമായിട്ടത് ഉപയോഗിക്കാനും അറിയാവുന്ന ആളല്ലെങ്കിൽ പഞ്ചസാരയുടെ മധുരം നാവിൽ കിട്ടിയ പോലെ പടക്കത്തിന്റെ പൊള്ളൽ കയ്യിൽ കിട്ടും. അങ്ങനെ പഠിക്കണോ അതോ എങ്ങനെ പഠിക്കുന്നത്? എല്ലാ അനുഭവത്തിലൂടെ പഠിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ അവരാർജിച്ചത് നമുക്ക് തരുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളണം. ശരിയാണോ?
ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാവാനിട്ടാണോ? അത് ബോറടിച്ചിട്ടാണ്? അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു സംവിധാനം നാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കണം. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ കോതമംഗലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ മാമലക്കണ്ട് അപ്പുറം സ്ഥലത്ത് വിണവൂർക്കുടി അടുത്തൊരു സ്ഥലത്ത് ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ്. ഒരു വലിയ മരം വീണു. വീട് കിടക്കുമ്പോൾ എന്റെ പൊക്കമുണ്ട്. അപ്പൊ മരം എന്താണെന്ന് ആലോചിച്ച് നോക്കാം. മരം വീട് കിടക്കുമ്പോൾ എന്റെ പൊക്കമുണ്ട്. ഇത്ര വലിയ മരം. അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വൈകുന്നേരം 4-5 മണിയായിട്ട്. അപ്പൊ നമുക്കത് അറിയാം. നമ്മൾ നേരെ വണ്ടിയൊക്കെ ഇട്ടാൽ നമ്മുടെ വാഹനമായിട്ട് അവിടെ ചെന്നു. ഇത് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള കുറച്ച് ചേട്ടന്മാര് നിങ്ങളെ കൊണ്ടെടുത്തു, സാറേ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാട്ടോ, അതിന് വേഗം തീർക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഹസ്കർണ, സ്റ്റില്ല് അങ്ങനെ പല കമ്പനികളുടെ ചെയിൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മള് തടിപ്പണി അല്ലെങ്കിൽ മുറിക്കൽ ഇങ്ങനെയായിട്ട് നിൽക്കുന്നവർ ഇത്തരം കമ്പനികളുടെ ചെയിൻസ് ഉപയോഗിക്കുന്നത് മിനിമം ആകും അല്ലെ, ഒരുപാട് വില വരും. അപ്പൊ ഈ ചെയിൻസ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാറെ തന്നാൽ ഞങ്ങളും കൂടെ സഹകരിക്കാം. കാരണം ഞങ്ങളൊരു വാഹനത്തിൽ 5-6 പേരാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ ശേഷിക്ക് പരിമിതിയുണ്ട്. അതുപോലെ മുസ്തഫയായിട്ടോട് വന്ന് സംസാരിച്ച് പറയായിരുന്നു, ഞങ്ങൾ മരപ്പേ കയറും, വെള്ളത്തിനടിയിൽ പോകും, തീപിടുത്തുള്ളയിടത്ത് കയറും, കെട്ടിട കഴിഞ്ഞാൽ അവിടെ പോകും, വെള്ളത്തിനടിയിൽ ആള് പോയാൽ പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വ്യാപിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യമില്ല, എല്ലാത്തിനും ആവറേജ് വൈദഗ്ധ്യം ഉണ്ടായേ പറ്റൂ. ഒരാൾക്ക് പെട്ടെന്ന് വെച്ചപ്പോൾ നമ്മൾ വിളിക്കുന്ന പെട്ടെന്ന് തല മുട്ടുകൂട്ടില്ല, നെഞ്ചുവേദന, CPR കൊടുക്കേണ്ടി അല്ലെ, ശ്വാസം മുട്ടൽ, പല കാര്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. എല്ലാ മേഖലയിലും ഒരു ആവറേജ് അറിവുള്ളവരെങ്കിൽ ഫയർഫോഴ്സ്. പക്ഷെ ചില മേഖലയിൽ കൂടുതൽ അറിവുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളോട് നല്ലൊരു മെക്കാനിക് ഉണ്ട്, ഞങ്ങളുടെ വാഹനം വഴി കേടായി, നമുക്കൊരു വലിയൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ പ്രളയം അല്ലെങ്കിൽ നമുക്കറിയാം അതൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സേവനത്തിന് ഒരുപാട് മൂല്യമുള്ള സമയങ്ങൾ അത്തരം അവസരങ്ങൾ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവസരം കൂടുതൽ സമയം സംസാരിച്ചാൽ നമുക്ക് മുസ്തഫയുടെ ഒക്കെ ക്ലാസ് ഒത്തിരി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുസ്തഫയ്ക്ക് അവസരം കൊടുക്കണം. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കുക, പല വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെ അല്ല അങ്ങനെയുള്ള ആളുകളെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഇതുപോലെ വന്നത് കണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കുറെ അറിവുകൾ നമുക്ക് മുന്നിൽ കിട്ടും. പ്രത്യേകിച്ച് ഒരു ഉത്തരവാദപ്പെട്ട വകുപ്പ് എന്നാണ്. ഇനി ഇതുപോലെ ചില പരിപാടികൾ പറ്റുവാണെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കാൻ നമുക്ക് നിർദ്ദേശം വെക്കാൻ പറ്റും. ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. എത്രയും നേരം നമ്മൾ ഉൾക്കൊള്ളുന്നു അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ജീവിതത്തിൽ വിജയിക്കും. അപ്പൊ അങ്ങനെ വിജയിക്കാനുള്ള നല്ലൊരു അവസരമാണിത്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എനിക്കത് അറിയില്ലട്ടോ, ഇത് തുറന്നു പറയാനുള്ളൊരു മനസ്സോടുകൂടി അല്ലെ നമ്മൾ അങ്ങനെ ഒരു സമീപനം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അറിയുന്നവരെ മാത്രമേ പറയാൻ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആ ഒരു നല്ല തുറന്ന മനസ്സോടുകൂടി ക്ലാസ്സുകൾ കേൾക്കുക, സംശയങ്ങൾ ചോദിക്കുക മണ്ടത്തരമാണോ അങ്ങനെ തോന്നുന്ന കാര്യമില്ല. കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇവിടെ ഇങ്ങനെ എന്നെ വിളിച്ച് ഇതുപോലൊരു പ്രോഗ്രാമിൽ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ജീവനക്കാരും കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും ഇത് അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്നെ വിളിച്ച് നിങ്ങളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് എന്നെ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ എല്ലാവരും ഞാൻ കുറച്ച് ജീവനക്കാരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ മറ്റേ കണ്ണൂർക്കാട് ശേഷിയിൽ നിന്നും നമ്മളിവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വിളിച്ചതിനുള്ള സന്തോഷം എന്താ പറയുക, ആ സന്തോഷം വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ഇതുപോലെ കാണാനുള്ള അവസരങ്ങൾ ഇതുപോലെ കാണാം അല്ലെ, സന്തോഷമായിട്ട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഈ പരിപാടി ഔദ്യോഗികമായിട്ട് നിങ്ങൾ എല്ലാവരുടെ സമ്മതത്തോടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ ഇതിന്റെ ഈ ഒരു സെഷൻ ആസ്വദിക്കുക, റിലാക്സ് ആയിരിക്കുക, ഒരു ഫോർമാലിറ്റി ഒഴിവാക്കുക, ക്യാഷനായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ പറയുക. സംശയങ്ങളോട് എനിക്ക് സംശയങ്ങളോട് ഞാനും ചോദിക്കും. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും നമസ്കാരം. ായി നമ്മുടെ ഹസ്കോർണ പ്രൊഡക്ട്സുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ജിമ്മിയെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം ആദ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇവിടെ തന്നതിന് യൂണിവേഴ്സൽ ട്രേഡേഴ്സിൽ ജാസിനും ലിജോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് വണ്ണപ്പുറത്ത് വരുന്നത്. വണ്ണപ്പുറത്ത് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആദ്യമായിട്ടാണ്. ഇപ്പം നമ്മുടെ സാറ് പറഞ്ഞ പോലെ, സതീഷൻ സാർ പറഞ്ഞ പോലെ എല്ലാവരും റിലാക്സ് ആയിരുന്ന് ഈ പരിപാടി ആസ്വദിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൽ ശരിക്കും വേണ്ടതായിട്ട് സേഫ്റ്റിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഹസ്കോർണ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് സേഫ്റ്റി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹസ്കോർണയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള PP കിറ്റുകളും അല്ലെങ്കിൽ സേഫ്റ്റി എക്യുപ്മെന്റ്സും എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേന് അവർക്കൊന്നും ഇതൊരു വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ അവർ വിത്തൗട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് ഇവരെല്ലാം ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അപകടങ്ങൾ പറ്റിയ പല ആൾക്കാരെയും ഈ പണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ദുഃഖം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം
നമ്മൾ ദിവസം കഴിയും തോറും അല്ലെ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ ആ സേഫ്റ്റിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു പരിപാടി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ മറ്റൊരു പരിപാടി അറ്റൻഡ് ചെയ്തത്, അവിടെയും ഇത്രയും തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം സേഫ്റ്റിയെക്കുറിച്ചും അതിൻ്റെ അവയർനെസ്സിനെ കുറിച്ചും കുറെ ബോധവാന്മാരായിരിക്കുകയാണ് ഇന്നത്തെ ഒരു എന്താ പറയുക ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അപ്പം എൻ്റെ പേര് ജിമ്മി ജോസഫ് എന്നാണ്, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ ഹസ്കോർണ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഹസ്കോർണ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു 335 കൊല്ലമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് ബേസിക്കലി സ്വീഡിഷ് ബ്രാൻഡാണ് വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പം 10 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അപ്പം വില്ലേജ് വുഡ്പക്കറിൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ മെയിൻ ആളായ ബൈജു നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറാണ്. അതായത് ലോങ് ടൈം കസ്റ്റമറാണ് പുള്ളി. നമ്മുടെ പല പരിപാടിക്ക് ഇവിടെ വന്നിട്ട് പരിപാടിയൊക്കെ ആസ്വദിച്ച്, അതുകൂടാതെ മെഷീൻ നമ്മൾ യൂസ് ചെയ്തിട്ട് അത്രയ്ക്ക് ഉറപ്പുള്ള മെഷീനാണെന്ന് പുള്ളിക്ക് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പുള്ളി അങ്ങനെയൊക്കെ ആ മെഷീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, നമുക്ക് ചെയിൻസോ ഡിവിഷനിൽ ചെയിൻസോയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ കൂടുതൽ ആൾക്കാരും പണിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹസ്കോർണയിൽ ഒരു 9 മോഡലിൻ്റെ ചെയിൻസോ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് മിഡ് സെഗ്മെന്റിലും പ്രൊഫഷണൽ സെഗ്മെന്റിലും ഹോം പർപ്പസിലും നമുക്ക് 3 സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ചെയിൻസോ അവൈലബിൾ ആണ്. 9 മോഡലിലെ ചെയിൻസോയിൽ 2 HP മുതൽ 6.8 HP വരെയുള്ള ചെയിൻസോ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം 3 സെക്ഷനായിട്ടാണ് നമുക്ക് തിരിക്കുന്നത്. ഹോം യൂസിന് വേണ്ടിയിട്ട് 125, 135 Mark II, അതുപോലെ തന്നെ 450, 445 3 ടൈപ്പിലെ ചെയിൻസോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം ഡിപ്പെൻഡ് അപ്പോൺ 40 cc അകത്ത് നിൽക്കുന്ന മെഷീനാണ്. അതുകൂടാതെ T435 എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് ഹാൻഡിൽ മെഷീനുണ്ട്. അത് നമുക്ക് ബ്രാഞ്ചസ് കട്ട് ചെയ്യാനും അപ്പോൾ തന്നെ ഒടിഞ്ഞു വീഴുന്ന മരത്തിലെ ചില്ലകൾ വെട്ടാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സും അടങ്ങുന്നതാണ് ഈ മെഷീനുകളെല്ലാം വരുന്നത്. അതുകൂടാതെ നമുക്ക് 455 എന്ന് പറഞ്ഞ മോഡൽ മെഷീനുണ്ട്. അതൊരു സെമി പ്രൊഫഷണൽ സെഗ്മെന്റിലേക്ക് വരുന്ന മെഷീനാണ്. അപ്പം അത് ഒരു മിഡ് സെഗ്മെന്റിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. അതുകൂടാതെ നമ്മൾ പ്രൊഫഷണൽ സീരീസിലേക്ക് വരുവാണെങ്കിൽ 365 എന്ന് പറഞ്ഞ മോഡലും 372 പറഞ്ഞ മോഡലുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മെഷീനും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ. അപ്പം ഇത് 72 cc-യും 65 cc-യുമായിട്ടുള്ള മെഷീനാണ്. അതുകൂടാതെ നമുക്ക് 4.8 HP-യിലും 5.3 HP-യിലും ഉള്ള മെഷീനാണ് ഇത് രണ്ടും വരുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് വളരെയധികം ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ളതാണ്. അതായത് ചെയിൻ ക്യാച്ചർ, കിക്ക് ബാക്ക് സോണ്, അതുപോലെ തന്നെ ചെയിൻ ബ്രേക്ക് സിസ്റ്റം, ഇതെല്ലാം ഉണ്ട്. ചെയിൻ ബ്രേക്ക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈം കുറച്ചുകൂടി എടുക്കേണ്ടത് വരും. അതുകൊണ്ടാണ് നമുക്ക് വേറൊരു പരിപാടിയിൽ നമുക്ക് കൂടുതലായിട്ട് PPT എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഫീച്ചേഴ്സും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് കരുതിയാൽ മതി. അപ്പം അതുകൂടാതെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇത് ചെയിൻസോയിൽ 365, 372 ഈ 2 പ്രൊഫഷണൽ മോഡലുകളിൽ വളരെയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് 3120 എന്ന് പറഞ്ഞ മെഷീനുണ്ട്, 585 ചെയിൻസോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഹൈ പ്രൊഫഷണൽ മോഡൽസ് ആണ്. അപ്പോൾ ഈ ഹൈ പ്രൊഫഷണൽ മോഡൽസ് ഉപയോഗിക്കുമ്പോഴത്തേന് നമുക്ക് ഇപ്പം ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഹെൽമറ്റ്. വളരെയധികം ഹാർഡായിട്ടുള്ള തിക്കായിട്ടുള്ള ഹെൽമെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വൈസറും വരുന്നുണ്ട്, ഇയർ മഫ് വരുന്ന 2 മോഡലിൻ്റെ ഹെൽമെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇയർ മഫ് ഇല്ലാത്തതാണ്. 2 മോഡലിലും നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ PPE കിറ്റ്, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ നമുക്ക് പാൻറ്റും ഉണ്ട്, കോട്ടും ഉണ്ട്, എല്ലാ ഗ്ലൗസ് എല്ലാം നമുക്ക് അടങ്ങുന്ന ഒരു സെറ്റായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ചാപ്സ് ആണ് വെച്ചിരിക്കുന്നത്. ചാപ്സ് നമ്മൾ കാലയിൽ ഇടുന്നത് മാത്രമാണ്. അത് ചെയിൻസോയുടെ യൂസേജ് ഉള്ളപ്പോഴത്തേന് ചെയ്യുന്നതാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നൈലോൺ എന്ന് പറഞ്ഞിട്ട്, നൈലോൺ ഒരു വേറൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ ഈ കൈ ഭാഗം അല്ലെങ്കിൽ ഈ കാലിൻ്റെ മുട്ടിന് താഴെ ആ ഭാഗത്തേക്കാണ് ചെയിൻസോയിൽ എന്തെങ്കിലും ഒരു അപകടം വരാൻ പറ്റിയാൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പം അത് ഇവിടെ തട്ടുകയും അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ചെയിൻ പിടിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആ ചാപ്സിലുള്ളത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനുള്ളത്. അപ്പം ഇത്രയും മെഷീനുകൾ കൂടാതെ, ചെയിൻസോ കൂടാതെ നമുക്ക് ബ്രഷ് കട്ടർ അവൈലബിൾ ആണ്, എർത്ത് ഓവർ അവൈലബിൾ ആണ്, പവർ സ്പ്രേയേഴ്സ് അവൈലബിൾ ആണ്, പോർട്ടബിൾ സ്പ്രേയർ അവൈലബിൾ ആണ്,
കൂടാതെ നമുക്ക് മാനുവൽ സ്പ്രേയേഴ്സ് 1.5 ലിറ്റർ, 8 ലിറ്റർ, 20 ലിറ്റർ സ്പ്രേയർ, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേന് മാക്സിമം എത്രത്തോളം നമുക്ക് സേഫായിട്ടും അത്രത്തോളം സേഫ്റ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കിവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ എക്യുപ്മെന്റ്സും നിങ്ങളൊന്ന് നോക്കുക. ഇത് കഴിയുമ്പോഴത്തേന് ഈ ഒരു ബാക്കി ഇൻട്രൊഡക്ഷനോട് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് നോക്കുക. നമുക്ക് ഡെമോയും കാണിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടൈറ്റ് ചെയ്യുക. അത്യാവശ്യം പരീക്ഷ നോക്കാം. ഇത് പെട്ടെന്ന് നമുക്ക്